സാർ IPS ആണല്ലേ? IPS അല്ല, CP+. കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി സമൂഹത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി ഇറ്റാലിയൻ ബിഷപ്സ് കോൺഫറൻസിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന 1 വർഷം നീണ്ടുനിൽക്കുന്ന വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. പദ്ധതിയുടെ ഭാഗമായി സ്വയം തൊഴിൽ സംരംഭങ്ങളിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് 40 കുട്ടികൾക്കായി 8 ലക്ഷം രൂപ വിതരണം ചെയ്തു. കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടറായ റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കടേപ്പുറമയുടെ അധ്യക്ഷതയിൽ ജൂബിലി ഹാളിൽ നടന്ന യോഗത്തിൽ കൊച്ചി മേയർ അഡ്വക്കേറ്റ് VK മിനിമോൾ ഗ്രാന്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി കഴിഞ്ഞ 38 വർഷമായി കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണെന്നും ഈ പദ്ധതിയിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ സാധിക്കട്ടെ എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മേയർ ആശംസിച്ചു. യോഗത്തിൽ ഡിവിഷൻ കൗൺസിലർ മഞ്ജുള അനിൽകുമാർ ആശംസകൾ അർപ്പിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഫാദർ ജെഫിൻ ദാസ് കട്ടിക്കാട്ട് സ്വാഗതവും കോർഡിനേറ്റർ ലാലി സേവ്യർ നന്ദിയും രേഖപ്പെടുത്തി. കാരണം ഈ ഹോളിനെ കുറിച്ച് തന്നെ ഒരിക്കൽ ഇവിടെ വന്ന ഒരു അതിഥി കമന്റ് ചെയ്തത് ഈ ഹോള് ഒരു കരുണയുടെ മുഖം എന്നാണ്. ഇവിടെ നമുക്കൊരു ചിത്രം ഇരിപ്പുണ്ട്, പരിശുദ്ധ ചിത്രം. അത് കാരുണ്യ മാതാവിന്റെ ചിത്രമാണ്. കാരണം ഇവിടെ പലരും ഈ ഹോളിൽ വന്ന് നിരവധിയായ സഹായ സഹകരണങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുള്ള ഒരു ഹോളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ കുട്ടികളാണ്. നമ്മളുടെ പ്രിയപ്പെട്ട ജയിഫിനേഷൻ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ നിരവധി കഴിവുകൾ കൊണ്ട് ദൈവം അനുഗ്രഹിച്ച നമ്മൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന നമ്മളുടെ ഈ കുഞ്ഞു മക്കളുടെ യോഗമാണ്. എപ്പോഴും ഈ യോഗം എന്ത് നമ്മൾക്ക് ദൈവം പൂർണ്ണമായി നൽകിയാലും അതിലൊരു കുറവ് എന്താണോ ആ കുറവിനെ കുറിച്ച് പരിതപിക്കുന്ന ആളുകളാണ് നാം എല്ലാവരും. എന്നാൽ നമ്മുടെ ഒപ്പം തന്നെയുള്ള ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന മക്കൾ, ആ മക്കളെ പരിപാലിക്കുന്ന അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരുടെ ഒപ്പം നിന്ന് അവരുടെ മനസ്സിനൊപ്പം സഞ്ചരിക്കുന്ന മാതാപിതാക്കൾ, അവരുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ന് എൻ്റെ മുന്നിലുള്ളത്. തീർച്ചയായും ഞാൻ പറഞ്ഞത് വളരെ ധന്യമായ മഹത്തായ ഒരു പ്രോഗ്രാമാണ്. സ്വാഭാവികമായും നമ്മുടെ ഒരു കുടുംബത്തിൽ ഇത്തരമൊരു കുട്ടി ജനിക്കുമ്പോൾ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ ഏജന്റെയും കിരണിൻ്റെയും മാതാപിതാക്കളെ വളരെയേറെ അഭിനന്ദിക്കുവാൻ തയ്യാറാവുകയാണ്. കാരണം അവരുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഈ മക്കളൊക്കെ ഒന്നല്ലെങ്കിൽ ഒരു വിധത്തിൽ വളരെയേറെ കഴിവുള്ളവരാണ്. ആ കഴിവ് ആശംസകൾ നേർന്ന് സംസാരിക്കുന്ന ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.